ഹലോ NY വോയിസ് ഓവറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശും നയനയും തമ്മിൽ കുറച്ചൊക്കെ അടുപ്പത്തിലായിട്ട് വരികയാണ് കേട്ടോ. എന്നാല് ആദർശ് തന്നെ പറ്റിക്കാൻ നോക്കിയാണെന്ന് പറഞ്ഞിട്ട് നയന ആദർശിനോട് വലിയ രീതിയിലുള്ള ദേഷ്യമൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് ആദർശ് നയനോട് വളരെ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നയന മൂർത്തീസ് ജുവലിൽ തന്നെ ഡിസൈനർ ഹെഡായിട്ട് അവിടെ ജോയിൻ ചെയ്യാണ്. അങ്ങനെ അന്ന് നടന്നൊരു സംഭവത്തെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അങ്ങനെ ഡിസൈനറുടെ ജോലിക്ക് പോകുന്നതൊക്കെ മുത്തശ്ശനും ദേവേരിക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ എന്നെ തന്നെ എടുത്തപ്പോഴും നയന ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് ആദ്യം വളരെ സന്തോഷമാണ് കേട്ടോ. അന്ന് കുറച്ച് ലേറ്റ് നൈറ്റ് വർക്കൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അബി ഒരു പണി ഒപ്പിച്ച് വെക്കുകയാണ് കേട്ടോ. രാത്രി എന്തായാലും നയനയോ ആദർശോ അവിടെ കാണുള്ളൂ എന്ന് അബിക്ക് അറിയാം. അങ്ങനെ അബി അവിടുത്തെ ലിഫ്റ്റിൽ കയറിയിട്ട് ലിഫ്റ്റിന്റെ ആ ഒരു ടെക്നിക്കൽ സൈഡിലൊക്കെ കയറിയിട്ട് രാത്രി, അതായത് എല്ലാവരും പോയതിനു ശേഷം ഇവരുടെ മാത്രമുള്ള സമയത്ത് ആ ലിഫ്റ്റിന്റെ ഒരു വയറ് കട്ട് ചെയ്ത് വിടുന്നുണ്ട്. അതായത് ആ ലിഫ്റ്റ് പോയി ആക്സിഡന്റ് ആയിട്ട് അതിൽ കയറുന്ന ആളും മരിച്ചു പോകും രാത്രിയിൽ തന്നെ. അങ്ങനെ സംഭവിക്കാൻ വേണ്ടിട്ട് അഭി ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ ഇത് അവന്റെ ഒരു സംശയം തോന്നുന്ന രീതിയിൽ CCTV ഫുട്ടേജ് ഒക്കെ തന്നെ മാറ്റി അങ്ങനെയൊക്കെ അവന് ആ ഒരു ഐഡിയോളജിക്കലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അബി സന്ധ്യാമ്മ ചോദിക്കുന്നുണ്ട്, അപ്പൊ നിങ്ങളുടെ സ്റ്റേ ചെയ്യുമല്ലോ ഇവിടെ ചോദിക്കുമ്പോൾ അതേടാ ഒത്തിരി വർക്കുണ്ട്, നാളേക്ക് കൊണ്ട് വർക്ക് തീർന്നിട്ട് ഞങ്ങളുടെ വന്നോളാം, നീ അങ്ങ് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അബിയെ ആദർശ് പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ ആദർശ് അവിടുന്ന് ആലേക്കാണ്, അതെ ഞാൻ പോവാ, ഇന്നാ ഞങ്ങളുടെ രണ്ടുപേരും ലാസ്റ്റ് ദിവസം, രണ്ടുപേരും സന്തോഷിച്ചോ, നന്നായിട്ട് സന്തോഷിച്ചോ, എന്തായാലും ലിഫ്റ്റിൽ നിങ്ങൾ കയറാതിരിക്കില്ലല്ലോ എന്ന് പറയാൻ കേട്ടോ. അപ്പൊ ഇതൊരു മേളത്തെ നിലയിലാണ്. അങ്ങനെ പോകാൻ തന്നെ അബി സെക്യൂരിറ്റിയോട് എന്നാൽ ശരി കേട്ടാ ഞാൻ പോവാണെന്നും പറഞ്ഞിട്ട് പതിവില്ല അയാളോട് പറഞ്ഞിട്ടൊക്കെ പോവാണ്. ആ ശരി സാറെന്നും പറഞ്ഞിട്ട് അയാളും അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് അയാൾ ഓഫീസിന്റെ ആ ഒരു ഗേറ്റിന്റെ അവിടെ കിടന്ന് അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സെക്യൂരിറ്റീസ്. അങ്ങനെ ഇവർ രണ്ടുപേരും ഭയങ്കര തകൃതിയായിട്ട് ആ ഒരു ഡിസൈനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം വർക്കൊക്കെ ചെയ്യുന്നു. അങ്ങനെ ആദർശം ഞാൻ താഴത്തെ നിലയിൽ പോയി മുകളിലത്തെ നിലയിൽ പോയിട്ട് കുറച്ച് വർക്കൊക്കെ ഉണ്ട് അതുകൊണ്ട് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മുകളിലത്തെ നിലയിലേക്ക് പോവാണ്. അങ്ങനെ ആദർശം മുകളിലത്തെ നിലയിലേക്ക് പോയിട്ട് ഒരുപാട് നേരമായി. നയനൊക്കെ ചെറിയ പേടിയൊക്കെ ആകുന്നുണ്ട്. നയന ചുറ്റും നോക്കുകയാണ്. അപ്പൊ ആരുമില്ല. എഴുന്നേറ്റ് സൗണ്ട് കേൾക്കുന്ന പോലെ നയനയ്ക്ക് ഫീൽ ചെയ്യുന്നു. ഉത്തരവിലോ ആദർശിടം പോയിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ, ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ഫോണിൽ റേഞ്ച് കിട്ടുന്നില്ല. ആ ഒരു ലിഫ്റ്റിനുള്ളിൽ ഫോണിന് റേഞ്ച് ഇല്ലായിരുന്നു കേട്ടോ. ആദർശ് പലതവണ നയനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അതുകൊണ്ടാണ് കിട്ടാറുന്നത്. സെക്യൂരിറ്റി വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റിയുടെ ഫോൺ റീച്ച് ആവുന്നില്ലായിരുന്നു. അങ്ങനെ ആദർശ് ലിഫ്റ്റ് ഇങ്ങനെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആദർശ് ശരിക്കും അതിൽ കുടുങ്ങി കിടക്കാണ് കേട്ടോ. അപ്പൊ അതിനകത്ത് ഓക്സിജൻ സപ്ലൈ അങ്ങനെ ഒന്നുമില്ല. അതിനകത്ത് അലാമും അതിനകത്ത് ആരെല്ലാം കുടുങ്ങിയാൽ ഒരു അലാം ഉണ്ടായിരുന്നു. ആ ഒരു സെറ്റിംഗ്സ് എല്ലാം തന്നെ അബി കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് പോയത്. അത് അകത്തിരിക്കുന്ന ആൾക്ക് ഒരിക്കലും പുറത്തേക്ക് ബന്ധപ്പെടാൻ കഴിയാത്ത രീതിയിൽ ആക്കിയിട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ അബി അതെല്ലാം സെറ്റ് ചെയ്ത് പോകാൻ. അപ്പൊ ആദ്യം ആ ലിഫ്റ്റിൽ കയറി വന്നിട്ടുണ്ടെങ്കിൽ പോലും നയനെ അറിയുന്നില്ല. ഫോണിൽ വിളിച്ച് നോക്കിയിട്ടൊന്നും കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ നയനെ പോയിട്ട് ലിഫ്റ്റ് തുറക്കാൻ ശ്രമിക്കുമ്പോൾ ലിഫ്റ്റ് വർക്കാവുന്നില്ല. അങ്ങനെ നയന പെട്ടെന്ന് സ്റ്റെപ്പ് കയറി 2-3 നില മേളിൽ കയറിയിട്ട് പോയി നോക്കുമ്പോൾ ആദർശ് അവിടെ എങ്ങും തന്നെ ഇല്ല. ഡോറൊക്കെ പൂട്ടി ഇറങ്ങിയേക്കുന്നത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ലിഫ്റ്റില് ഇങ്ങനെ താഴേക്ക് ഞെക്കേണ്ടി ആ ഒരു ബട്ടൺ അവിടെ സ്റ്റോപ്പ്, അതായത് അവിടെ നയന നിന്ന് ആ നിലയിൽ തന്നെ വന്നിട്ട് ലിഫ്റ്റ് സ്റ്റോപ്പായി നിൽക്കുന്നതിന്റെ ഒരു ചിഹ്നം നയനോട് കാണുകയാണ്. നയനയ്ക്ക് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നയനെ ഓടിപ്പാഞ്ഞ് ചെന്നിട്ട് ആദർശയുടെ തട്ടി വിളിക്കുമ്പോഴേക്കും ആദർശിന് ശ്വാസമൊക്കെ മുട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവനും ഏകദേശം ഒരു 1-2 മണിക്കൂറായിട്ടുണ്ട് ആദർശം അതിനകത്ത് അകപ്പെട്ടിട്ട്. അപ്പൊ ഇത്രയും നേരം ഉണ്ടായിരുന്ന ഓക്സിജനൊക്കെ വെച്ച് ആദർശ് പിടിച്ചു നിന്നതാണ്. അപ്പൊ ആദർശ് ഒട്ടും വയ്യാതാവാണ്. നയന ഞാനിവിടെ ഉണ്ട് എന്ന് ആദർശ് ഇങ്ങനെ പറയുമ്പോൾ നയന കേൾക്കുന്നു. ആദർശ് ഏട്ടാന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് നിലവിളിച്ചുകൊണ്ട് നയന അത് തുറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പറ്റുന്നില്ല. അങ്ങനെ ലിഫ്റ്റ് ആ ഒരു മുറിയിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് ആ ഒരു ഇതില് എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോഴേക്കും ചെറിയ രീതിയിൽ ഡോർ ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഡോർ കുടുങ്ങിയാൽ എങ്ങനെ അത് ശരിയാക്കണമെന്നുള്ള, എങ്ങനെ തുറന്നയാൾ രക്ഷിക്കാമെന്നുള്ള കുറച്ച് ഇതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ പോയി കണ്ടു പഠിച്ചതിന് ശേഷം തിരിച്ച് ഓടി വരികയാണ്. ഒരു 5 മിനിറ്റുള്ളിൽ തന്നെ അവൾ ഓടി വരുന്നുണ്ട്. ഓടി വന്നതിന് ശേഷം അവളത് ചെയ്യാണ്. അങ്ങനെ നേരെ ഓടി ചെന്നിട്ട് ആ ലിഫ്റ്റ് അവര് പറഞ്ഞ പ്രകാരം തുറക്കാനൊക്കെ ശ്രമിക്കുകയാണ്. അങ്ങനെ തുറക്കുമ്പോഴേക്കും ആദർശ് ഇങ്ങനെ പകുതി മയക്കത്തിൽ കിടക്കാണ് കേട്ടോ. ആദർശ് ചേട്ടാന്ന് പറഞ്ഞിട്ട് നയനെ ഇങ്ങനെ വലിച്ചു കയറ്റുകയാണ്. അതായത് ലിഫ്റ്റ് പകുതി ഇങ്ങനെ താഴെയും മേലോട്ട് നിൽക്കുകയാണ് കേട്ടോ. ലിഫ്റ്റിന്റെ ഇത്രയും ഉള്ളൂ, ബാക്കി മൊത്തം ഇങ്ങനെ താഴോട്ട് കിടക്കാണ്. അപ്പൊ അവിടുന്ന് വലിച്ച് ആദ്യം പൊക്കുക ഭയങ്കര റിസ്ക് പിടിച്ച പണിയാണ്. നയനെ കുറെ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ആദർശിനെ വലിച്ചു പൊക്കി ഇടുന്നുണ്ട്. അങ്ങനെ ആദർശ് തലയിലേക്ക് വീഴുമ്പോഴേക്കും നയന ആദർശിന്റെ മുകളിൽ അയലിന് കിടക്കുന്നുണ്ട്. അപ്പൊ ആദർശിന് ബോധമില്ലാതെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് നയനയാണ്. ആദർശേട്ടൻ പറഞ്ഞ് കവളിൽ തട്ടി നയനെ വിളിക്കുന്നതാണ് കേട്ടോ.
അങ്ങനെ ആദർശ് ഇവിടുന്ന് കണ്ണു തുറന്നിട്ട് നയന എന്ന് പറഞ്ഞിട്ട് നയനെ വിളിക്കുകയാണ്. വെള്ളം എന്ന് പറയുമ്പോഴേക്കും നയന ആദർശോട് വെച്ചിട്ട് ഓടിപ്പോയി അവിടുന്ന് വെള്ളം എടുത്തിട്ട് ആദർശിന്റെ മുഖത്ത് തളിച്ചിട്ട് വെള്ളമൊക്കെ കുടിക്കാൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ എഴുന്നേപ്പിച്ച് തന്നെ നെഞ്ചത്ത് ചാരി കിടത്താണ് കേട്ടോ ആദർശിനെ. അപ്പോഴേക്ക് ആദർശ് പറയാണ് എന്താ ലിഫ്റ്റിന് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല ആദർശ് ചേട്ടാ എന്താ പറ്റിയെന്ന്, ഇത്ര നേരത്തെ കാണാനിട്ട് ഞാൻ മേളത്തെ നിലയിൽ പോയി നോക്കിയത്, അപ്പൊ അവിടെ എല്ലാം അടച്ചു കിടക്കുന്നത് കണ്ടു, ലിഫ്റ്റ് താഴേക്ക് ഞെക്കിയിരിക്കുന്നതും ഇവിടെ നിന്ന് സ്റ്റോപ്പ് അടിക്കുന്നതും എനിക്ക് മനസ്സിലായി. അങ്ങനെ ലിഫ്റ്റിന്റെ ആ സൈഡിൽ പോയപ്പോഴേക്കും അവിടെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു, അങ്ങനെ അത് തുറന്നതാ, എന്താണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുന്നു. അപ്പോഴേക്കും ആദർശ് പറഞ്ഞ എന്തായാലും ശരി ബാ, എനിക്ക് ഒട്ടും വൈകി ടയേർഡായി, നീ സെക്യൂരിറ്റിയെ കൂടെ വിളിക്ക്, വണ്ടിയിലെ വീട്ടിൽ പോവാന്ന് പറയണം. അങ്ങനെ അവിടുന്ന് ആദർശിനെ പതിയെ തോളിൽ ഇങ്ങനെ ആക്കിക്കൊണ്ട് സെക്യൂരിറ്റി വിളിക്കുന്നുണ്ട് നയന. അങ്ങനെ അയാളും കൂടി അപ്പുറത്തെ തോളിൽ കൈയിട്ടുകൊണ്ട് പതിയെ ആദർശിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ആദർശിന് ആസ്മയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ആദർശിന്റെ പതിയെ വലിവൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ഇൻഹേലർ കയ്യിലുള്ളത് കൊണ്ട് തന്നെ നയന അപ്പൊ ഇൻഹേലർ ആദ്യക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ആദ്യം ആ ഇൻഹേലർ ഒക്കെ എടുത്തിട്ട് കുറച്ചു നേരം അവിടെ പിടിച്ചു നിൽക്കാൻ സാധിച്ചത് അങ്ങനെയാണ് കേട്ടോ ആ ഒരു ലിഫ്റ്റിനുള്ളില്. അങ്ങനെ ആദർശോണ്ട് ആ നയന പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാന്ന് പറയുമ്പോൾ വേണ്ട നയന, ഹോസ്പിറ്റലിൽ ഒന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഇപ്പൊ ഞാൻ ഓക്കെ ആണെന്ന് പറയുന്നു. അങ്ങനെ സെക്യൂരിറ്റി താഴെ കൊണ്ട് ആക്കുമ്പോഴേക്കും നയനെ പറയാണ് ആദർശം വണ്ടി ഓടിക്കണം, ഞാൻ വണ്ടി ഓടിച്ചോളാന്ന് പറഞ്ഞിട്ട് നയന വണ്ടി ഓടിക്കുന്നുണ്ട് കേട്ടോ. ആദർശം അങ്ങനെ പഠിപ്പിച്ചു വിളിച്ച് നയന വണ്ടി ഓടിക്കാനൊക്കെ പഠിക്കുകയോ ലൈസൻസ് എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നയന ആദർശിന്റെ കൂടെ ആദർശിന്റെ വണ്ടിയിലാക്കിയിട്ട് വണ്ടി ഓടിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട്. ആദർശയുടെ ഹോസ്പിറ്റലിലേക്ക് പോകാന്ന് പറയുമ്പോൾ വേണ്ട നയന പ്ലീസ് എനിക്കൊന്ന് റെസ്റ്റ് എടുത്താൽ മതി എന്നും പറഞ്ഞിട്ട് ആദർശ് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ഈ സമയത്തോ അബി അവിടെ നിന്ന് ഇങ്ങനെ വിളി വരുന്ന പ്രതീക്ഷ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതായത് ആദർശം മരിച്ചു അല്ലെങ്കിൽ നയന മരിച്ചു എന്നുള്ള വിളി ഏത് നിമിഷം ഇങ്ങനെ എത്തിയേക്കാന്നും പറഞ്ഞ് പ്രതീക്ഷയോട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് അവൻ. ആ സമയത്താണ് ആദർശിനെ പതിയെ താങ്ങി പിടിച്ചുകൊണ്ട് നയന അങ്ങോട്ടേക്ക് കയറി വരുന്നത്. പെട്ടെന്ന് എല്ലാവരും അലറി വിളിച്ചുകൊണ്ട് അയ്യോ ആദർശെ എന്ത് പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് ദേവേനി മുത്തശ്ശിയും എല്ലാവരും ഓടി വരാണ്ടോ, എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോഴേക്കും ആദർശ് പറയാണ് ഓഹ് ഒന്നുമില്ല എന്ന് പറയുമ്പോഴേക്കും നയന പതിയെ ആദർശിനെ കൊണ്ടുപോയി ആ സോഫയിൽ ഇങ്ങനെ ഇരുത്താണ്. അപ്പോഴേക്കും എന്താ പറ്റി മോനെന്ന് ചോദിച്ചുകൊണ്ട് ആദർശ് ഓടി വന്നിട്ട് ആദർശിനെ ഓടി വന്നിട്ട് ദേവേനെ കെട്ടിപ്പിടിക്കുമ്പോഴേക്കും ആദർശ് ഒന്നുമില്ല അമ്മയെന്ന് പറയുന്നു. അപ്പോഴേക്കും അബി ചോദിക്കുക, അബി മനസ്സിലോർക്കാണ് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ അവൻ, എങ്ങനെ രക്ഷപ്പെട്ടു, രണ്ടും ഒരുമിച്ച് തീരേണ്ടതായിരുന്നു, എല്ലാ കഥയും കഴിഞ്ഞാനെ, രക്ഷപ്പെട്ടല്ലോ, ഇങ്ങനെ അബി മനസ്സിൽ കരുതാണ് കേട്ടോ. മുത്തശ്ശൻ ചോദിക്കുകയാണ് എന്താ മോളെ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോഴേക്കും അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ആദർശാണ് എല്ലാവരോടും പറയുന്നത്. നയന ഇല്ലായിരുന്നെങ്കിൽ നാളെ എനിക്ക് ജീവനോട് നിങ്ങളെ കാണാൻ പറ്റില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു. അങ്ങനെ ആദർശം പറയാണ് നാളെ രാവിലെ ഞാൻ ആർക്കും എന്നെ കാണാൻ ഉണ്ടാവില്ലായിരുന്നു, ഇന്ന് നയന നേരത്തെ പോവാന്ന് പറഞ്ഞു, ഞാൻ നേരത്തെ പൊക്കോളാൻ പറഞ്ഞിട്ട് പോലും നയന വേണ്ട, ഡിസൈൻ കുറച്ച് ബാക്കിയുണ്ടല്ലോ, ആദർശത്തിനോട് തന്നെയല്ലേ ഉള്ളൂ, ഞാൻ നിന്നോളാന്ന് പറഞ്ഞിട്ട് നിന്നതാണ്, അതുകൊണ്ട് മാത്രമാണ് ഇന്ന് എന്നെ ജീവനോട് എല്ലാവരും കാണാൻ സാധിച്ചത്. ഇപ്പൊ രണ്ടാമത്തെ തവണ നയനന്റെ ജീവൻ രക്ഷിക്കുന്നതെന്നുള്ള കാര്യം ആദർശ് ഇങ്ങനെ എല്ലാവരോടും പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ മനസ്സിലാക്കുകയാണ് നയന ഉള്ളത് കൊണ്ട് ഇന്ന് രക്ഷപ്പെട്ടു. അപ്പോഴേക്കും അവൻ മനസ്സിൽ കയറുകയാണ് ഈശ്വര, ഈ നാശം പിടിച്ചവർ എവിടെ ചെന്നാലും അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണല്ലോ എന്ന് ഞാൻ ഓർക്കാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ദേവേന എന്നിട്ട് നയനോട് പറയാണ് മോളെ മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി, മോളെ എന്നോട് ക്ഷമിക്കണം, കഴിഞ്ഞ പ്രാവശ്യം നീ എന്റെ മോനെ സഹായിച്ചപ്പോൾ പോലും ഞാൻ നിന്നെ മനസ്സിലാക്കിയില്ല, അന്നും ഞാനോട് ദേഷ്യപ്പെട്ടതേ ഉള്ളൂ, പക്ഷെ അതൊന്നും നീ മനസ്സിൽ വെച്ചില്ല, എന്നോട് നിന്ന് സ്നേഹത്തോടെ എന്നെ പെരുമാറി, ഇപ്പോഴാണെ പോലും എന്റെ മോനെ ജീവൻ രക്ഷിച്ച നീയ, എന്റെ മോന്റെ ഭാഗ്യമാണ് നീ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ് അങ്ങനെ ലിഫ്റ്റോടെ കുടുങ്ങാൻ ഒരു വഴിയില്ലല്ലോ ആദർശെ, അതിനെക്കുറിച്ച് ഡീറ്റെയിലായിട്ട് അന്വേഷണം വേണം, ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞേക്കാം, അവരൊന്ന് എൻക്വയറി നടത്തട്ടെ എന്ന് പറയുമ്പോഴേക്കും അബി പറയുന്നു വേണ്ട എന്തിനാ അതൊക്കെ, നമ്മുടെ ഓഫീസിൽ അതൊക്കെ ഒരു ചീത്തപ്പേരാവില്ലേ. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ് ചീത്തപ്പേരൊന്നുമില്ല, ആ സമയത്ത് നമ്മുടെ ഹോസ്പിറ്റൽ നമ്മുടെ അവിടുത്തെ ഏതെങ്കിലും ഒരു സ്റ്റാഫൊക്കെയാണ് കുടുങ്ങിപ്പോയിരുന്നെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുകയും ചെയ്താൽ എന്ത് ചെയ്യുമായിരുന്നു, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിക്കണം, എന്നിട്ട് വേണ്ട നടപടികൾ അവരെടുക്കട്ടെ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ നയനയോട് മുത്തശ്ശൻ പറയാണ് എന്തായാലും എന്റെ മോള് ഈ വീട്ടിലേക്ക് വലുതായി ചെന്ന ഈ വീടിന്റെ ദേവത തന്നെയാണ്, അതല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മോനെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുമായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ ദേവയാനിക്ക് നയനയുടെ ഒത്തിരി ഇഷ്ടത്തോട് വന്നിട്ട് ദേവയാനിയുടെ നെറ്റിയിൽ ഉമ്മ കൊടുക്കുന്നൊക്കെയാണ് കേട്ടോ. ഇതുപോലുള്ള വരാൻ നിൽക്കുന്ന സ്റ്റോറീസ് ഒക്കെ നമ്മുടെ ചാനൽ അവൈലബിൾ ആണ്. മിസ്സാവാതിരിക്കും നമ്മുടെ ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.